പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 5 സ്റ്റാർ വിഭവമായിട്ടാണ്. അതിന് വേണ്ട മെയിനായിട്ടുള്ള അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിക്കാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം. സംഭവങ്ങൾ കുറേ ആയിട്ട് പറയണത്, എന്നാലും വരാൻ പറയുന്നത്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദാസ് ഹോട്ടലിൽ, തൃശ്ശൂരത്തെ ദാസ് ഹോട്ടലിൽ നമ്മുടെ ഗായിക ജോൽസിനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഓർഡർ ചെയ്തു. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഓർഡർ ചെയ്തിട്ട് അത് അവർ കഴിച്ചു. അത് കൊണ്ടുവന്നവർ കഴിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര ഷൈ. അപ്പോൾ അവർക്ക് ഷെഫിനെ കാണണമെന്ന് പറഞ്ഞു. ഷെഫിനെ വിളിച്ചു കൊണ്ടു. ആ ഷെഫ് എൻ്റെ അളിയനാണ്, അതായത് ഭാര്യയുടെ ആംഗ്ലയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. അവൾ ജോൽസിനെ ഷൈക്കിൻ്റെ കൊടുത്തു. അപ്പോൾ അന്ന് അവൻ വന്നിട്ട് ഈ സംഭവം നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കി. അത് നല്ല ടേസ്റ്റായി. അപ്പോൾ ആ സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇത് മെയിനായിട്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നാളികേരട്ടു, തെങ്ങുമലത്ത് നാളികേരട്ടിപ്പോൾ നമ്മൾ നാളികേരടിപ്പിക്കുമ്പോൾ 3-4 കരിക്കടിപ്പിക്കാറുണ്ട് സാധാരണ. അപ്പോൾ അത് ഇട്ടപ്പോൾ കരിക്കിട്ടപ്പോൾ ഇതുണ്ടാക്കാൻ തോന്നി. പിന്നെ നാളികേരം ആളാരെന്ന് നിനക്കറിയോ? കേരളത്തിന് വേണ്ടി ഇത്തവണ സന്തോഷ് ട്രോഫി നേടി സൂപ്പർ സ്റ്റാറായിട്ടുള്ള ജിതിൻ്റെ അച്ഛനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 3 കരിക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ ഇത് നാളികേരത്തിൻ്റെ പോലെ തോന്നിക്കും, എന്നാൽ കരിക്കാണ്. നമ്മളിതിനെ വെട്ടാൻ പോകണം കേട്ടോ. കരിക്ക് വെട്ടി എനിക്ക് പരിചയമൊന്നുമില്ല, എന്നാലും നമ്മൾ ഒരു കൈ നോക്കും. ഒരു പണിയില്ലെങ്കിലേ നമുക്ക് കരിക്ക് വെക്കാൻ പോകാം കൂളായിട്ട്. ഇത് വെട്ടോത്തി കാര്യമില്ല, എന്നാലും നമ്മൾ ഒരുവിധമൊക്കെ കൈ നോക്കൂട്ടോ. കണ്ട ഭംഗിയാണല്ലേ കരിക്ക് വിടുന്നതിൻ്റെ ഒരു ശൈലിക്ക് വരുന്നില്ലേ? കണ്ട നോക്കിയേ, അടിപൊളി വെട്ടത്തിയാണെങ്കിലേ നമ്മൾ കലക്കും. എങ്ങനെയുണ്ട്? കൈ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. കണ്ട. അപ്പം കരിക്കിൻ്റെ വെള്ളം നമ്മൾ ഇതിലൊഴിക്കുന്നു കേട്ടോ. ഈ പാത്രത്തിലൊഴിക്കുകയാണ്. ഒരു സെക്കൻഡ്. അടുത്ത് ഈ നമ്മൾ ഭയങ്കര എക്സ്പെർട്ട് അല്ല, അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ഇനി ഇതേപോലത്തെ 2 കൂടി നമ്മൾ വെട്ടും. ശരിക്ക് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കരിക്ക് വിൽക്കണമല്ലേ, അവരെ കണ്ടിട്ടില്ലേ? അത് വെട്ടുന്നത് കാണാൻ ഭയങ്കര രസമാട്ടാ. അവർ ചെത്തി ഇരിക്കണ കാണാൻ. ചിലവരെ ഭയങ്കര കലാപരമായിട്ടൊക്കെ അത് വെട്ടി ഇതാക്കുന്ന കാണാം. ചെത്തി സുന്ദരമാക്കും. നമുക്ക് വെട്ടോത്തി അടിപൊളിയാണെങ്കിൽ നമ്മളെ ഒരു കൈയൊക്കെ നോക്കും. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് കണ്ട ചകിരി കണ്ട, ഇത് കണ്ട, ഇത് ഇത്തിരി മൂത്ത ടൈപ്പല്ലേ. മറ്റേ നമ്മൾ നല്ല പച്ച കളറായിട്ടും ഇത് നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുക. പക്ഷേ ഇത് കറക്റ്റാട്ടാ, കറക്റ്റ് പാകത്. കണ്ട കണ്ട കറക്റ്റ് പാകത്തിനുള്ള കരിക്കന്നെയാണ് കേട്ടോ. നമ്മൾ കാണില്ലേ, മൂത്തതൊന്നല്ല. ഈ ചകിരിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂത്തതായിട്ട് തോന്നിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള കറക്റ്റ് സാധനം തന്നെയാണ്. അങ്ങനെ നമ്മൾ 3 കരിക്കിൻ്റെ വെട്ടി വെള്ളം എടുത്തു. അത് 1 ലിറ്റർ വെള്ളമാണ് നമുക്ക് കറക്റ്റ് വേണ്ടത് കേട്ടോ. അത് നമുക്ക് ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഇല്ലേ, മറ്റേ അതിൽ നോക്കി അളവെടുത്തിട്ട് എടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇപ്പോൾ അളവ് പാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മതി കേട്ടാ. നമ്മുടെ കരിക്ക് 3 അത് നടു പൊളിച്ചു. ഇനി അതിൻ്റെ കാമ്പില്ലേ, അത് നമ്മൾ ചിരണ്ടി ഒരു പാത്രത്തിലാക്കണം കേട്ടോ. കരിക്കിൻ്റെ ഉള്ളിലത്തെ കാമ്പ് നമ്മൾ ചിരണ്ടി എടുത്തു, അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കേട്ടോ. അതിലേക്ക് ഈ കരിക്കും വെള്ളം ഒഴിക്കണം. കരിക്കും വെള്ളം ഞാൻ കറക്റ്റ് അളവ് കിട്ടാനായിട്ട് ഒരു കുപ്പിയിലേക്കാക്കി. അപ്പോൾ 600 മില്ലിയുള്ള, നമുക്ക് വീട്ടിൽ വേറെ അളവ് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 600 മില്ലിയുള്ള, അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ.
അതിനുള്ള അളവുകൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് നോക്കിയാൽ ഈ ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതിന് ഒരു 10 ഗ്രാമാണ്, 10 ഗ്രാമിന് 45 രൂപയോളം വരും. ഈ സാധനം വാങ്ങിക്കുക. ഈ സാധനമാണ് നമ്മളതിൽ ഇടാൻ പോണത് കേട്ടോ. ഇതാണ് ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ സാധനം. ഇത് ഞാൻ പറഞ്ഞില്ലേ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നമുക്ക് അത് 1 ലിറ്റർ നാളികേര വെള്ളത്തിന്, അതായത് കരിക്കും വെള്ളത്തിനാണ് 10 ഗ്രാം ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെറും 600 മില്ലിയുള്ള വെള്ളം. അപ്പോൾ 600 മില്ലി ആകുമ്പോൾ നമുക്ക് അത് ഒരു 6 ഗ്രാമൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഏകദേശം പകുതിയേക്കാളും ഒരു സ്വല്പം കൂടി കൂടുതൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇനി ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം നമ്മൾ കേട്ടോ. കാരണം പഞ്ചസാര ചേർക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കരിക്കും വെള്ളത്തിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അധികം പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇളക്കാം. ഇത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ സിമ്മിലിട്ടാൽ മതി കേട്ടോ. പതുക്കെ ആവണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫാക്കും. മധുരം ഇത്തിരി കുറവുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ കൂടിയും ഇടുന്നുണ്ട് കേട്ടോ പഞ്ചസാര. പാത്രത്തിൽ ഒഴിച്ച് തണുത്തിട്ട് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കരുത് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ശരിക്ക് പരന്ന പാത്രത്തിൽ നിന്ന് ഒഴിക്കേണ്ടത്. നമുക്ക് അതല്ല, ഇങ്ങനത്തെ ഇത്തിരി കുഴിഞ്ഞ പാത്രം കിട്ടിയേട്ടാ. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടാ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം, ഫ്രീസറിൽ വയ്ക്കരുത് കേട്ടാ. ഇത് നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കേട്ടാ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ ഇരിക്കും, പൂവില്ല കണ്ടാ. എങ്ങനെയായാലും പൂവില്ല. നേരത്തെ കരിക്കിൻ്റെ ഉള്ളിലത്തെ ഇതില്ലേ, അത് നമ്മൾ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തു. ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലേ, അത് ചേർക്കണം കേട്ടോ. എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കണം, ക്രീം പരിവാക്കണം. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കണത് എന്ന് പറഞ്ഞതിൻ്റെ അളവ് ശരിക്കും പറയുകയാണെങ്കിൽ സമാണ് ഇതിൻ്റെ. പക്ഷേ ഞാൻ അത്രയ്ക്കധികം ചേർക്കണില്ല, കാരണം എനിക്ക് അത്രയ്ക്കധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഏകദേശം അളവിനെ ചേർക്കണുള്ളൂ. എനിക്ക് കൂടുതൽ ചേർക്കുന്നവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് 4 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് മിക്സിയിലാണ്ട് അടിച്ച് ക്രീം പരിവാക്കാം. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിത് മിക്സിയിലടിച്ചു. ക്രീമാണ് കേട്ടോ. ഇനി ഈ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ റെഡി. നമ്മുടെ മലയാളത്തിൽ തന്നെ കരിക്ക് സൂഫ്ലെ എന്ന് പറയും കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാത്ത വില കൊടുക്കേണ്ടി വരും. ഇത് നിസ്സാരമായുള്ള നമ്മുടെ വീട്ടിൽ കരിക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 45 രൂപ വരെ മറ്റേ ചൈനീസ് ഗ്രാസും ഈ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.